T20 News. നമസ്കാരം. ബ്രില്യൻറ്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. JEE മെയിൻ 2025 എക്സാം സിറ്റിയും ഡേറ്റും ജനുവരി ആദ്യ ആഴ്ച അറിയാം. SSLC സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റൽ ഇനി തലവേദനയാവില്ല. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അവസരം. സംസ്ഥാനത്തെ സ്കൂൾ പരീക്ഷകളുടെ ചോദ്യരീതിയിൽ അടിമുടി മാറ്റം. JEE മെയിൻ 2025 ആദ്യ സെഷൻ ജനുവരി 22 മുതൽ 31 വരെയാണ് നടക്കുന്നത്. പരീക്ഷയ്ക്കായുള്ള എക്സാം സിറ്റിയും എക്സാം ഡേറ്റും ജനുവരി ആദ്യ ആഴ്ച തന്നെ പബ്ലിഷ് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ശിവൻ സാർ പങ്കുവയ്ക്കും. ഇനി ശിവൻ സാറിലേക്ക്. രാജ്യത്തെ പ്രമുഖ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ IITകൾ, NITകൾ, IIITകൾ ഈ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനമാണ് JEE മെയിൻ്റെയും JEE അഡ്വാൻസ്ഡിൻ്റെയും റാങ്ക് അനുസരിച്ച് നടക്കുന്നത്. നമുക്കറിയാം JEE മെയിൻ ഒരു വർഷം 2 അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. അതിൽ ആദ്യ സെഷനാണ് ജനുവരി 22 മുതൽ ജനുവരി 31 വരെ നടക്കുന്നത്. അതിൽ വിദ്യാർത്ഥികൾക്ക് ഏത് ദിവസമാണ് പരീക്ഷ, അത് ഏത് ജില്ലയിൽ വെച്ചാണ് നടക്കുന്നതെന്നുള്ളതാണ് JEE മെയിൻ്റെ വെബ്സൈറ്റ് വഴി ജനുവരി ആദ്യത്തെ ആഴ്ച ലഭിക്കുന്നത്. നമുക്കറിയാം +2 ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ ജനുവരി അവസാന ആഴ്ചയിലാണ് എല്ലാ സ്കൂളുകളിലും നടക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും അവസരത്തിൽ JEE മെയിൻ പരീക്ഷയും പ്രാക്ടിക്കൽ എക്സാമും ഒരേ ദിവസം വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾ അത് സ്കൂളുകളിൽ അറിയിക്കുകയും പ്രാക്ടിക്കലിൻ്റെ ദിവസം മാറ്റിവെക്കുകയും ചെയ്യേണ്ടതാണ്. പ്രാക്ടിക്കലിന് ഓരോ ദിവസവും മാറ്റിവെക്കാനുള്ള അവസരവുമുണ്ട്. പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് യാതൊരു തരത്തിലും സ്കൂൾ അധികാരികൾക്ക് പരീക്ഷാ ഡേറ്റ് മാറ്റുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. JEE മെയിൻ്റെ ഡേറ്റ് ഒരു കാരണവശാലും അത് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മാറ്റിക്കൊടുക്കാനുള്ള നിർവാഹമില്ല. അതുകൊണ്ട് JEE മെയിൻ ആദ്യ സെഷൻ്റെ പരീക്ഷാ ഡേറ്റ് കൃത്യമായി മനസ്സിലാക്കുകയും സ്കൂളുകളിൽ പ്രാക്ടിക്കൽ എക്സാം ആ ദിവസം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ്. JEE മെയിൻ 2025 രണ്ടാമത്തെ സെഷൻ ഏപ്രിൽ 1 മുതലാണ് ആരംഭിക്കുന്നത്. അതിനുവേണ്ടി അപേക്ഷിക്കാനുള്ള തീയതി ജനുവരി 31 മുതൽ ഫെബ്രുവരി 24 വരെയാണ്. ഇതിൻ്റെ ഫലപ്രഖ്യാപനം ആദ്യ സെഷൻ്റെത് ഫെബ്രുവരി 12 തീയതിയും JEE മെയിൻ 2025 ഓൾ ഇന്ത്യ റാങ്ക് ഈ 2 സെഷനും ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റേജ് സ്കോറിനനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് ഏപ്രിൽ 17 തീയതിയും പ്രസിദ്ധീകരിക്കും. SSLC സർട്ടിഫിക്കറ്റിലെ പേരൊന്ന് മാറ്റി കിട്ടാൻ കഷ്ടപ്പെടുന്ന ആളുകൾ നിരവധി ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കായി ഒരു സന്തോഷ വാർത്തയുണ്ട്. വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. SSLC സർട്ടിഫിക്കറ്റിലെ പേര് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്ഷരാർത്ഥത്തിൽ ആശ്വാസമാകുന്ന ഒരു വാർത്തയാണ് ഇനി പങ്കുവയ്ക്കുന്നത്. SSLC ബുക്കിലെ പേര് മാറ്റാൻ പാടില്ലെന്ന 1984 ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ വർഷങ്ങളായി നടന്ന കേസിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ കേരള വിദ്യാഭ്യാസ ചട്ടം സർക്കാർ ഭേദഗതി ചെയ്തിരിക്കുന്നു. പേര് മാറ്റി വിവരം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാഭവൻ SSLCയിൽ മാറ്റം വരുത്തി നൽകും. SSLC സർട്ടിഫിക്കറ്റിൽ വരുത്തുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയുടെ മറ്റ് സർട്ടിഫിക്കറ്റുകളിലും തിരുത്തലുകൾ വരുത്താം. അതിനായി പേര് മാറ്റിയ SSLC സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും. പേര് മാറ്റി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്താലും SSLC ബുക്കിലെ പേര് മാറ്റി നൽകാത്തത് ആൾക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിനൊരു പരിഹാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. SSLC, +2, ഡിഗ്രി, PG തുടങ്ങിയ വിവിധ പരീക്ഷകളിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥികൾക്കായുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിനായുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ അറിയാം. 2023-2024 അധ്യയന വർഷത്തിൽ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും 10-12 ക്ലാസ്സുകളിലെ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുന്നവർക്കും ബിരുദതലത്തിൽ 80% മാർക്കോ ബിരുദാനന്തര ബിരുദതലത്തിൽ 75% മാർക്കോ നേടുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുമുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് അവാർഡിനായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. www.minorityWelfare.kerala.gov.in എന്ന വെബ്സൈറ്റിലെ സ്കോളർഷിപ്പ് മെനു ലിങ്ക് മുഖേനയാണ് ഓൺലൈനായി ഡിസംബർ 26 വരെ അപേക്ഷിക്കാൻ സാധിക്കുക. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി എന്നീ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. 2023-24 അധ്യയന വർഷത്തിൽ 10-12 ക്ലാസ്സുകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർക്ക് 10,000 രൂപയും ബിരുദതലത്തിൽ 80% മാർക്കോ ബിരുദാനന്തര ബിരുദതലത്തിൽ 75% മാർക്കോ നേടുന്ന വിദ്യാർത്ഥികൾക്ക്
15,000 രൂപയുമാണ് സ്കോളർഷിപ്പ് തുകയായി അനുവദിക്കുന്നത്. ഹൈസ്കൂൾ പരീക്ഷ ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കിയതിന് പിന്നാലെ ചോദ്യപേപ്പറിലും മാറ്റങ്ങൾ വരികയാണ്. ചോദ്യങ്ങളിൽ 20% അഡ്വാൻസ്ഡ് ലെവലും 50% മോഡറേറ്റ് ലെവലും 30% സിമ്പിളും ആയിരിക്കണമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം SCERT തയ്യാറാക്കി സമർപ്പിച്ച റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിന് തത്വത്തിൽ അംഗീകാരമായിട്ടുണ്ട്. ഈ വർഷം മുതൽ 8ാം ക്ലാസ്സിലും അടുത്ത വർഷം 8ലും 9ലും തൊട്ടടുത്ത വർഷം 8, 9, 10 ക്ലാസ്സുകളിലും ഈ രീതി നടപ്പിലാക്കും. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.